1612 പോർച്ചുഗീസ് സാമ്രാജ്യം ഇന്ത്യയുടെ കടൽക്കരകളിൽ ഭദ്രതയ്ക്കായി കോട്ടകൾ പണിതിരുന്ന കാലം. യുദ്ധസമയത്തും അടിയന്തരാവസ്ഥയിലും ഉപയോഗിക്കാൻ രഹസ്യ രക്ഷപ്പെടൽ പാതയും ഇതിനുണ്ട്. കോട്ടയുടെ ഭാഗമായ ഈ ജയിൽ 2015 വരെ ഗോവയിലെ ഏറ്റവും വലിയ ജയിലായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. ഗോവ റോഡ് ട്രിപ്പിന്റെ 4ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ കാസർഗോഡ് ബേക്കൽ ഫോർട്ട് കണ്ടതിന് ശേഷം രാത്രി ഡ്രൈവ് ചെയ്ത് നമ്മൾ ഗോവയിലേക്ക് പോവുകയാണ് ചെയ്തത്. കാസർഗോഡ് നിന്നും കർണാടകയിലേക്ക് കയറി മംഗലാപുരം വഴി കർണാടകയിലൂടെയാണ് ഗോവയിലേക്ക് കടക്കുന്നത്. ഗോവയിലെ കലങ്ങുട്ടെ എന്ന സ്ഥലത്താണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ടിക്ലോ റിസോർട്ട്സ് എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. വെളുപ്പിന് 5 മണിയോടെ ഞങ്ങൾ റിസോർട്ടിലെത്തി. കുറച്ചുനേരം കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ഫ്രഷായി നമ്മൾ കറങ്ങാനായി ഇറങ്ങുകയാണ്. ആദ്യമായി പോകാൻ തീരുമാനിച്ച സ്പോട്ട് അഗോഡ ഫോർട്ടാണ്. ഗോവയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 9 കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്ക് ദൂരമുള്ളത്. ഗോവയിലെ തിരക്ക് പിടിച്ച ഇടനാഴികളിലൂടെയും മെയിൻ റോഡുകളിലൂടെയും യാത്ര ചെയ്ത് അഗോഡ ഫോർട്ടിലെത്തി. 100 രൂപയാണ് പാർക്കിംഗ് ഫീസായി മേടിച്ചത്. കൂടാതെ ടിക്കറ്റ് റേറ്റ് 25 രൂപയുമായി. അങ്ങനെ ഗോവയുടെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ആ നിർമ്മിതിയിലേക്ക് ഞങ്ങൾ കയറി. കടലിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന ഒരു പുരാതന ഗാഥ. അതിന്റെ ഓരോ കല്ലിലും ഓരോ മതിലിലുമുള്ളത് പോർച്ചുഗീസ് ചരിത്രത്തിന്റെ ഓരോ ഏടുകൾ. ഇത് ഫോർട്ട് അഗോഡ, ഗോവയുടെ ഹൃദയത്തിൽ ഒരു ചരിത്ര സ്മാരകം. 1612 പോർച്ചുഗീസ് സാമ്രാജ്യം ഇന്ത്യയുടെ കടൽക്കരകളിൽ ഭദ്രതയ്ക്കായി കോട്ടകൾ പണിതിരുന്ന കാലം. ഗോവയിലെ പ്രധാനമായ കടൽ മാർഗം ഡച്ചിനും മറാത്തക്കാർക്കും എതിരായിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഫോർട്ട് അഗോഡ പണിതത്. പക്ഷേ ഇത് വെറും പ്രതിരോധത്തിനല്ല, കടൽ വഴി യാത്ര ചെയ്ത വിദൂര കപ്പലുകൾക്കുള്ള വിശ്വാസ ചിഹ്നമായിരുന്നു അഗോഡ. കാലത്തെ മറികടന്ന് അഭിമാനത്തോടെ നിലകൊള്ളുന്ന അഗോഡ കോട്ട. അറബിക്കടലിന്റെ തീരത്ത് മണ്ടോവി നദിയുടെ സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് കാണാം ചരിത്രം തന്നെ ശിലാലിഖിതമായി മാറുന്ന കാഴ്ച. ഇന്ത്യയിലെ ഗോവയിൽ സിൻക്വരിം ബീച്ചിൽ അറബിക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഒരു വിളക്കുമാടവും സഹിതം ഇത് സ്ഥിതി ചെയ്യുന്നു. ഗോവയിലെ ASI സംരക്ഷിത ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമാണിത്. ഇവിടെ നിന്നാണ് പോർച്ചുഗീസ് കപ്പലുകളുടെ ചരക്ക്, സൈനികർ, സംഭരണങ്ങൾ എല്ലാം നിയന്ത്രിക്കപ്പെട്ടത്. തുടക്കത്തിൽ കപ്പൽ ഗതാഗതത്തിന്റെയും അടുത്തുള്ള ബാർഡസ് ഉപജില്ലയുടെയും പ്രതിരോധമായിരുന്നു ഇതിന്റെ ചുമതല. 1612 നിർമ്മിച്ച ഇത് ഒരു കാലത്ത് 79 പീരങ്കികൾ ഉൾപ്പെടുന്ന ഒരു ഗ്രാൻഡ് സ്റ്റാൻഡായിരുന്നു. ഈ കോട്ടയെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. മുകൾ ഭാഗം കോട്ടയായും ജലസേചന കേന്ദ്രമായും പ്രവർത്തിച്ചു. താഴത്തെ ഭാഗം പോർച്ചുഗീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു. മുകൾ ഭാഗത്ത് ഒരു കിടങ്ങ്, ഭൂഗർഭ ജല സംഭരണ അറ, വെടിമരുന്ന് മുറി, വിളക്കുമാടം, കൊത്തളങ്ങൾ എന്നിവയുണ്ടെങ്കിലും യുദ്ധസമയത്തും അടിയന്തരാവസ്ഥയിലും ഉപയോഗിക്കാൻ രഹസ്യ രക്ഷപ്പെടൽ പാതയും ഇതിനുണ്ട്. പ്രാരംഭഘട്ടത്തിൽ വിളക്കുമാടം 7 മിനിറ്റിലൊരിക്കൽ പ്രകാശം പുറപ്പെടുവിക്കാൻ ഉപയോഗിച്ചിരുന്നു. പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപ്പെട്ടതും നിർണായകവുമായ കോട്ടയായിരുന്നു അഗോഡ കോട്ട. ബാർഡസിന്റെ തെക്കു പടിഞ്ഞാറൻ അറ്റത്തുള്ള മുഴുവൻ ഉപദ്വീപിനെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ വലുതാണ് ഈ കോട്ട. മണ്ടോവി നദിയുടെ മുഖത്ത് നിർമ്മിച്ച ഇത് തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നു. ഡച്ചുകാർക്കെതിരായ പോർച്ചുഗീസുകാരുടെ പ്രധാന പ്രതിരോധമായിരുന്നു ഇത്. അന്റോണിയ ഡി ഒലിവേര സലാസറിന്റെ ഭരണകാലത്ത് ഫോർട്ട് അഗോഡ സലാസറിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് വേണ്ടിയുള്ള ഒരു ജയിലായി ഉപയോഗിക്കുന്നതിനായി പുനർനിർമ്മിച്ചുവെന്നും ചിലർ അവകാശപ്പെടുന്നു. കോട്ടയ്ക്കുള്ളിലേക്കുള്ള വഴിയിൽ തണുത്തൊരു ശുദ്ധജല നീരുറവ ഒഴുകുന്നു. പക്ഷെ അത് വെറും വെള്ളമല്ല, അതാണ് ഈ കോട്ടയുടെ ആത്മാവ്. അഗോഡ എന്ന വാക്കിന്റെ അർത്ഥം പോർച്ചുഗീസിൽ വെള്ളം കിട്ടുന്ന സ്ഥലമെന്നാണ്. ഇവിടെ ഒരു പ്രകൃതിദത്ത ജലസ്രോതസ്സും കനാലുകളും ഉണ്ടായിരുന്നു. കടൽ വഴി വരുന്ന കപ്പലുകൾക്ക് ഇവിടെ നിന്ന് കുടിവെള്ളം ശേഖരിക്കാൻ സാധിക്കുമായിരുന്നു. 23,76,000 ഗാലൻ വെള്ളം ശേഖരിക്കാൻ ഇവിടുത്തെ ജലസംഭരണിക്ക് ശേഷിയുണ്ട്. ഏഷ്യയിലെ അക്കാലത്തെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണികളിൽ ഒന്നാണിത്. ഇവിടം എത്ര സങ്കീർണമാണെന്ന് ഭൂമിക്കടിയിലുള്ള പാതകൾ തുറക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരിക്കൽ 79 പീരങ്കികൾ കാവലായിരുന്ന ഈ ഗ്രാൻഡ് കോട്ട അനന്തരകാലത്ത് ജയിലായി മാറി. പടിഞ്ഞാറ് നോക്കി നിലകൊള്ളുന്ന ഈ കുന്നിന്റെ മുകളിൽ ചരിത്രം വെളിച്ചമായി ഉയർന്നു നിന്നൊരു കാലമുണ്ട്. 1864 ഗോവയുടെ തീരപ്രദേശത്ത് ഫോർട്ട് അഗോഡയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ലൈറ്റ് ഹൗസ്, അഗോഡ ലൈറ്റ് ഹൗസ്, നിർമ്മിക്കപ്പെട്ടത്. ഇത് ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ലൈറ്റ് ഹൗസുകളിൽ ഒന്നായിരുന്നു. ഏകദേശം 1 നൂറ്റാണ്ടോളം ഈ നിലവിളക്കിന്റെ പ്രകാശം കടൽ വഴിയെ വന്ന അന്യസംസ്ഥാന കപ്പലുകൾക്ക് ദിശയായി. മൊർമുഗാവോ ഉപദ്വീപിനും കലാങ്കുട്ട് ബീച്ചിനും മധ്യേ നിലകൊള്ളുന്ന ഈ ഉറച്ച കാവൽക്കാരൻ
പോർച്ചുഗീസ് നാവികരുടെ പ്രതീക്ഷയായിരുന്നു. പക്ഷേ സമയം നീങ്ങി, കാലങ്ങൾ മാറി. 1976 പുതിയ ലൈറ്റ് ഹൗസ് ഈ പണിയെ ഏറ്റെടുത്തു. പഴയത് ശാന്തമായി മാറി നിന്നു, ഒരു കാലഘട്ടത്തിന്റെ അവസാന പ്രതീകമായി. അടുത്തതായി നമ്മൾ പോകുന്നത് പഴയ അഗോഡ ജയിലിലേക്കാണ്. ജയിൽ ഇപ്പോൾ മ്യൂസിയം ആയിട്ടാണ് നടത്തപ്പെടുന്നത്. കുട്ടികൾക്ക് 100 രൂപ എൻട്രി ഫീസും അഡൾട്ട്സിന് 200 രൂപയുമാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. ഇവിടെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു പ്രത്യേക ഓർമ്മകളുടെ ഇടത്തിലാണ്. കോട്ടയുടെ ഭാഗമായ ഈ ജയിൽ 2015 വരെ ഗോവയിലെ ഏറ്റവും വലിയ ജയിലായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇവിടെയാണ് അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾ തടവിലായത്. അവരിൽ ഒരാളായ TB കുൻഹ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോർച്ചുഗീസുകാരെ നേരിട്ട പോരാട്ടക്കാരനായിരുന്നു. ഒരായിരം കഠിനതകൾക്കിടയിലും ഒരാളുടെ മനസ്സിൽ പതിഞ്ഞത് സ്വാതന്ത്ര്യത്തിന്റെ കനലായിരുന്നു. ഗൗരവത്തോടെ അതിനായി ഓരോ തുള്ളി രക്തവും കാഴ്ചവെച്ചവരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സമർപ്പിച്ച ഒരുപാട് സെല്ലുകൾ കാണാം. ഇവിടുത്തെ ഓരോ അറകളും സ്വാതന്ത്ര്യത്തിന്റെ ഓരോ കഥകൾ പറയുന്നു. 2021 ഡിസംബർ 19 ഗോവ വിമോചനത്തിന്റെ വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മ്യൂസിയം ഔദ്യോഗികമായി തുറന്നു. കേന്ദ്രത്തിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഭാഗമായി 22 കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ചതാണ് ഈ സ്മാരകം. ഇത് കണ്ടാൽ മനസ്സിലാകുമല്ലോ, സ്വാതന്ത്ര്യം പടർന്നു വന്ന വഴികൾ എളുപ്പമായിരുന്നില്ലെന്ന്. തീർച്ചയായും ഒരു സന്ദർശനം ഈ മ്യൂസിയം അർഹിക്കുന്നു. ചരിത്രം കാണാൻ മാത്രമല്ല, അതിൽ നിന്ന് ചിന്തിക്കാനും ബോധമുണർത്താനും. കണ്ണിലൂടെ കയറി ഹൃദയത്തിൽ പതിയുന്ന കഥകൾ പറഞ്ഞുകൊണ്ടാണ് അഗോഡ കോട്ട ഇന്നും കടലിനെ നോക്കി നിൽക്കുന്നത്. കാലം കടന്നുപോയാലും അതിന്റെ ഗാഥ കാറ്റിലുണ്ട്. ഫോർട്ട് അഗോഡ അതൊരു സഞ്ചാരമല്ല, അതൊരു അനുഭവമാണ്, അതൊരു പാഠമാണ്. അധികാരത്തിന്റെ ഉന്മാദം, മനുഷ്യരുടെ സഹിഷ്ണുത, ചരിത്രത്തിന്റെ ഗുരുത്വാകർഷണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.